22nd days എനിക്ക് എടുക്കാൻ വേറെ ഷിഫ്റ്റ് കിട്ടാത്തതുകൊണ്ട് എന്റെ സ്ട്രീക്ക് ബ്രേക്ക് ആയി. ആൾക്കാർ സ്നാപ്ചാറ്റിലൊക്കെ സ്ട്രീക്ക് ചെയ്യാറ്. നമ്മള് അന്നേ വർക്കിലായിരുന്നു സ്ട്രീക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ 22nd ഡേ എനിക്ക് എന്താ വർക്ക് കിട്ടാത്തതുകൊണ്ട് എന്റെ സ്ട്രീക്ക് അവിടെ ബ്രേക്ക് ആയി. പിന്നെ ഇതേപോലെ തന്നെ 23rd ഡേ മുതൽ ഞാൻ വീണ്ടും വർക്ക് ചെയ്തിട്ട് പിന്നെ എത്ര ദിവസം പോയി. അത് എന്റെ ലോങ്സ്റ്റ് വർക്കിംഗ് ഡേ വിത്തൗട്ട് എനി റെസ്റ്റ് ഞാൻ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ ഇതേപോലെ എൻ്റെ ബിസിനസ്സിലായപ്പോൾ ഞാനും ഇതേപോലെ ഇങ്ങനെ ഒരു സ്ട്രീക്കിൽ പോയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അന്നത്തെ ആ സ്ട്രീക്ക് ഇപ്രാവശ്യം പോവും, ഐ വിൽ ബി ബ്രേക്കിംഗ് ഇറ്റ് എന്നൊക്കെ. കൃത്യം 22ാമത്തെ ദിവസം ഞാൻ വർക്ക് ചെയ്തില്ല. അന്ന് എനിക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായതുകൊണ്ട്. അപ്പൊ എന്റെ സ്ട്രീക്ക് ഇപ്പോഴും 21 നിൽക്കുകയാണ്. അങ്ങനെ 21st ഡേ കഴിഞ്ഞ് 22nd ഡേയ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ 28th ഡേ ആയി. പക്ഷെ സ്ട്രീക്ക് അവിടെ പോയി. സാരമില്ല. സ്ട്രീക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നത്, ഞാൻ ഈ സ്നാപ്ചാറ്റ് സ്ട്രീക്ക് പറഞ്ഞാല് എനിക്ക് വളരെ ലജ്ജാർഹമായി തോന്നുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഇവിടെ നമ്മളുടെ പ്രൊഡ്യൂസറായി നിൽക്കുന്ന ആരോ അങ്ങനത്തെ എന്തൊക്കെയോ ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒന്ന് പറഞ്ഞാല് നമുക്ക് ലൈഫിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ഓൾറെഡി നമുക്ക് കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഫാമിലിനോട് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്, നമ്മളെ ഫ്രണ്ട്സിനോട് സോഷ്യൽ ലൈഫിനോട് കമ്മിറ്റ്മെന്റ്, അങ്ങനെ കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിന്റെ ഇടയിലാണ് ഈ സ്നാപ്ചാറ്റ് സ്ട്രീക്ക് കമ്മിറ്റ്മെന്റ്. പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ച ടൈമില് ഇങ്ങനെ റിലേഷൻഷിപ്പിലായപ്പോള് ഇവർക്ക് വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വാട്സാപ്പ് ഇല്ലായിരുന്നു, നമ്പർ ഇല്ല. പിന്നെ ഇൻസ്റ്റഗ്രാം ഈ പേരൻസിനൊക്കെ അറിയുന്ന ഒരു സ്ട്രീം ആയതുകൊണ്ട് അതില് ചെക്കിങ്ങും കാര്യമൊക്കെ വരുന്നോണ്ട് ഇൻസ്റ്റഗ്രാമിലും ടെക്സ്റ്റ് ചെയ്യില്ല. അപ്പൊ ഒരു സേഫ് സൈഡ് സ്നാപ്ചാറ്റ് ആയിരുന്നു. കാരണം സ്നാപ്ചാറ്റിൽ അന്ന് നമുക്ക് മെസ്സേജ് ഡിസപ്പിയർ ആവും, പിന്നെ ആവശ്യമുള്ള മെസ്സേജ് ഒക്കെ സേവ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ഞങ്ങൾ സേഫ് സൈഡ് ഒന്നും ചെയ്യാറില്ല, അത് ഡിസപ്പിയർ ആയി അങ്ങനെയൊക്കെ പോയാ. അപ്പൊ ഇതേപോലെ ഞങ്ങള് സ്ട്രീക്ക് എന്നുള്ള ഉദ്ദേശത്തിലല്ല, നമ്മൾ ഒരു ഫ്ലോയിൽ ഇങ്ങനെ നമ്മളിടക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്നാപ്പും നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ഞാൻ ഫുഡ് കഴിക്കണം അങ്ങനെ അയച്ചിട്ടുള്ള ഒരു സ്ട്രീക്കാ. അങ്ങനെ ഇതൊരു 186 ദിവസം, അതാണ് എന്റെ ഹയസ്റ്റ്, എന്റെ ഓൾ ടൈം ഹയസ്റ്റ് അതാണ്. 186 ദിവസം ഈ സ്ട്രീക്ക് പോയി. അങ്ങനെ ഒരു 2016 തോന്നി ഞാൻ നാട്ടില് പോയ ടൈമില്, അന്ന് 2016 പറഞ്ഞ നാട്ടില് ഇന്റർനെറ്റ് ഒന്നും അത്രക്ക് പുരോഗമിച്ചിട്ടില്ല. അന്ന് പറഞ്ഞാല് നമ്മള് സിമ്മൊക്കെ എടുക്കാൻ കൊടുത്താൽ തന്നെ 2-3 ദിവസവും ആക്റ്റീവായി വരാൻ. പിന്നെ അന്ന് നെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ട്, അന്ന് 29 രൂപക്ക് 120 MB ഉള്ളൊരു ഓഫർ, 120 MB ഫോർ 29 rupees ആയിരുന്നു അന്നത്തെ ഒരു ബിഗ് ഡീല്. അപ്പൊ നമ്മൾ അതെടുക്കും, ഒരു 3-4 ദിവസമൊക്കെ ആ 120 MB ഉപയോഗിക്കുള്ളൂ. അത് ഏറ്റവും കോമഡി. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ കാനഡയിൽ 5G എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് മൊബൈൽ ഡേറ്റ കിട്ടുന്നത്. അപ്പൊ നമുക്ക് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് പോയാൽ 5G മാറിയിട്ട് LTE ആകും. LTE ആയാലും ഫോണില് മെസ്സേജ് സെൻഡ് ആകില്ല, സ്നാപ്പ് ലോഡ് ആകില്ല, അങ്ങനെയൊക്കെയാണ്. നമ്മൾ പണ്ട് 3Gയിലായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ ഇത് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു, നാട്ടില് 4G ഉള്ള ടൈമിൽ ചില സ്ഥലത്ത് 3G ആവും. പക്ഷെ പണ്ട് 3Gയിൽ നമ്മളെല്ലാം ചെയ്തിരുന്നു. ഇപ്പൊ 3G ഒന്നും വർക്കാവില്ല. എനിക്കറിയില്ല, ഒരു പേരങ്ങോട്ട് മാറ്റിയിട്ടാവും 3G ഒക്കെ ഉള്ള 4G ആണെന്നാ എനിക്കും തോന്നുന്നത്. അങ്ങനെ നാട്ടിലെത്തിയിട്ട് ഈ സിം എടുക്കാനുള്ള ഡീലും നെറ്റൊന്നും ഇല്ലാതെ അങ്ങനെ 2 ദിവസം കട്ടായപ്പോ സ്ട്രീക്ക് പോയിട്ട് ഈ കൊച്ചിനോട് തല്ലൂടാ. അനക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് അറിയാണെങ്കിൽ നമുക്ക് ആ പാസ്വേഡിന്റെ അടുത്ത് തന്നൂടായിരുന്നോ, ഞാൻ എന്റെ സേവ് ചെയ്യൂലേ. അപ്പൊ അല്ല അങ്ങനെയൊക്കെ സേവ് അതുപോലെ സ്നാപ്ചാറ്റ് സ്ട്രീക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ബ്ലാക്ക് സ്ക്രീൻ സ്നാപ്പ് എടുത്തായിരിക്കും. ടൊറോണ്ടോയിലെ ട്രാഫിക്കിനെ കുറിച്ച് പറയണ്ട. ഞാൻ ഇന്ന് വന്നപ്പോള് എനിക്ക് ഒരു ഡ്രോപ്പ് ചെയ്യാണ്ടായിരുന്നു. അപ്പൊ ലൊക്കേഷൻ നോക്കുമ്പോ എന്താ ഇവന്റെ അവിടുന്ന് 9 കിലോമീറ്റർ ഉള്ളു. അപ്പൊ ഞാൻ ആ പോണ വഴിക്ക് ഡ്രോപ്പ് ചെയ്ത് കാറുള്ളതല്ലേ ഞാൻ ഡ്രോപ്പ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവന്റെ അങ്ങോട്ടേക്ക് ലൊക്കേഷൻ ഇട്ടപ്പോ സാധാരണ 9 കിലോമീറ്റർ പറഞ്ഞാൽ ഞങ്ങളവിടെ വാട്ടറിലും കിച്ചണറിലൊക്കെ
9 കിലോമീറ്ററിന് മാക്സിമം പോയാൽ 12 മിനിറ്റ് അല്ലെ ഒരു 15 മിനിറ്റ് മാക്സിമം ഓഫ് ദി മാക്സിമം. ഇവിടെ ടൊറോണ്ടോ നഗരത്തിലെ തിരക്ക് കാരണം 9 കിലോമീറ്റർ 49 മിനിറ്റ് ആണ് മാപ്പില്. എടാ ഞാൻ നിന്റെ അവിടെ എത്താനായി 9 കിലോമീറ്റർ എന്നൊക്കെയാ പറയണേ, പക്ഷെ 48 മിനിറ്റ്. അപ്പൊ ഞാൻ പറയാ വെൽക്കം ടു ടൊറോണ്ടോ. അപ്പൊ ടൊറോണ്ടോയിലെ ട്രാഫിക്കില് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വരുമ്പോ 5 മണിക്കൂറൊക്കെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആയിട്ടാണ് എന്റെ ലൈഫ് പോകുന്നത്. എന്നിട്ട് വീട്ടിലേക്ക് വരുന്നു, വീട്ടിലേക്കൊന്നും ഭക്ഷണം കഴിക്കാനൊന്നും നേരല്ല, ഭക്ഷണം കഴിക്കാൻ ഫുഡ് ഉണ്ടാക്കാനൊന്നും തോന്നുന്നില്ല, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക. ഞാൻ ക്ഷീണിച്ചില്ലേ ഒന്ന് പോണ. അപ്പൊ ഞാൻ നേരെ ഒന്ന് കുളിച്ച് വീഴുന്നു, കിടന്നുറങ്ങുന്നു, രാവിലെ ബുള്ളിയില പോലെ രാവിലെ എഴുന്നേക്കുന്നു, പിന്നെയും റിപ്പീറ്റ് ചെയ്ത. ഫോർ റെഫറൻസ് മറ്റേ ബുള്ളി ഒരു ഗെയിം ഉണ്ട്, അതിലെ ക്യാരക്ടർ നമുക്കൊരു ക്ലോക്ക് ഇങ്ങനെ റൺ ചെയ്യണ്ടാവും സൈഡിൽ. അപ്പൊ 2 മണിയായിട്ടും ആ ക്ലോക്കിന്റെ അവിടെ 2 മണിയായിട്ട് നമ്മള് വീട്ടിലെത്തി ബെഡിന്റെ അവിടെ എത്തി ഉറങ്ങണ പോലെ ഗെയിമില് ഗെയിം പ്ലേ കൊണ്ടേയില്ലെങ്കിൽ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ അവിടെ നമ്മള് വീഴും. എന്നിട്ട് നമ്മളെ സ്ക്രീനൊക്കെ ഇങ്ങനെ ആടാൻ തുടങ്ങും, കർഫ്യൂ അതിൽ കാണിക്കും. അപ്പൊ അങ്ങനെയാണ് എന്റെ ലൈഫ് പോകുന്നത്. അതിന്റെ ഒരു ദിവസം ഞാൻ സ്നാപ്ചാറ്റ് നോക്കിയപ്പോണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് ഗ്രേസിന്റെ ഒരു സ്നാപ്പ്, കട്ടി ജയാൻ എന്ന് പറഞ്ഞിട്ട്. കട്ടിന്ന് വെച്ചാൽ എനിക്കറിയാം നാട്ടിലുള്ളവർക്ക് അറിയാം, പക്ഷെ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ ഫ്രണ്ട്സ് എന്നുള്ളതിന് ദോസ്തിയും പിന്നെ എനിമീസ് എന്നുള്ളതിന് കട്ടി എല്ലാരും യൂസ് ചെയ്യുന്നല്ലേ. എനിക്കറിയില്ല, കാരണം ഞാൻ കുറെ ആൾക്കാരോട് ഈ കട്ടി എന്നൊക്കെ പറയുമ്പോ ഓർക്കൊന്നും മനസ്സിലാണ്. അപ്പൊ ഇവരൊക്കെ നാട്ടിലെ സ്കൂളിൽ പഠിച്ച എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതാണ് ഒരു സംഭവം, കട്ടി ദോസ്തി. ഇങ്ങോട്ട് കട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനൊക്കെ ദോസ്തി തള്ളവരിലും ഇങ്ങനെ ഉണ്ടാക്കും. അപ്പൊ ഞാൻ സ്നാപ്പർ നോക്കണ്ടേ കട്ടി ചെയ്യാന്ന്, ഞാൻ പടച്ച തമ്പുരാനെ ഞാൻ ഇവളോട് സംസാരിച്ചിട്ട് 1 മാസമായല്ലോ, എന്താ ഞാൻ ചെയ്തേ. അപ്പൊ എന്താ നമ്മളെ സ്ട്രീക്ക് ബ്രേക്ക് ആയി പോയ സ്നാപ്ചാറ്റില്. ഞാന് മനസ്സാവാച സ്ട്രീക്ക് ഉള്ളത് തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല.